ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഞാനിവിടെ ഒരു 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. ഇതിലേക്ക് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അതിനായിട്ടൊരു 2 ടീസ്പൂൺ ചിക്കൻ മസാല, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 4 ടേബിൾ സ്പൂൺ, ഇഞ്ചി ഒരു മീഡിയം സൈസ് ചെറുതായി അരിഞ്ഞെടുക്കുക, വെളുത്തുള്ളി ഒരു 10 അല്ലി ചെറുതായി അരിഞ്ഞെടുക്കുക, കറിവേപ്പില ഒരു 4-5 തണ്ട്, കുറച്ച് കൂടുതൽ കറിവേപ്പില എടുത്തോളൂ. സവോള ഒരു 4 എണ്ണം, ഒരു മീഡിയം സൈസ് സവോള 4 എണ്ണം ചെറുതായി അരിഞ്ഞെടുക്കുക, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, 2 ചെറിയ കറുവ, ഒരു ബേ ലീഫ്, ഒരു ചെറിയ പീസ് തക്കോലം, 2 ഏലക്ക. ഇനി നമുക്കാദ്യം ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ഒരു 20 തൊട്ട് 30 മിനിറ്റോളം വയ്ക്കുക. ഈ സമയം നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 4-5 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില മൂക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. മൂത്ത മണം വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ബേ ലീഫ്, കറുവാപ്പട്ട, ഏലക്ക, തക്കോലം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി വന്നു കഴിയുമ്പോൾ സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവോള വഴണ്ട് കിട്ടും. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മുളകും കുരുമുളകും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മുളക് പൊടിയുടെ അളവ് കുറച്ചാലും കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റുക. ഈ സവോളയുടെ ഗ്രേവിയിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് 5 മിനിറ്റോളം നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവോളയുടെ മിക്സിൽ കിടന്ന് ചിക്കൻ ഒരു മീഡിയം ഫ്രൈ ആയി വരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് ഒരു മീഡിയം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാറുണ്ട്. അങ്ങനെയെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് വെന്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ചിക്കൻ്റെ അകത്ത് നിന്ന് വെള്ളം ഒത്തിരി ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ടൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഗ്രേവി ചിക്കനിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് തീ ഓഫ് ചെയ്യാം. നല്ല സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്യണം കേട്ടോ.